ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ചിന്റെ ഡേ 34 ആണ്. സുഹൃത്തുക്കൾ ശ്രദ്ധിക്കുക, LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ച് ഡേ 34 ആണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. എന്തൊക്കെ ഇന്ന് പഠിക്കാനുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. സുഹൃത്തുക്കളെ, ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. ഏതാണ് പുന്നപ്ര വയലാർ സമരം? ഇപ്പോ കഴിഞ്ഞ ഒരു 3-4 എക്സാമുകളിൽ, പ്രത്യേകിച്ച് LGS എക്സാമുകളിൽ വ്യക്തമായിട്ട് എടുത്തു ചോദിക്കുന്ന ടോപ്പിക്കാണ് പുന്നപ്ര വയലാർ സമരം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പഠിച്ചു പോകാം. പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരം അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇമ്പോർട്ടന്റ് ആണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചത് സർ CP രാമസ്വാമി അയ്യരാണ്. പഠിച്ചോളനെ, തിരുവിതാംകൂറിലെ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചത് സർ CP രാമസ്വാമി അയ്യരാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ. ഇങ്ങനെ തന്നെ അങ്ങ് പഠിച്ചോളനെ, ഇമ്പോർട്ടന്റ് ആണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ഒക്ടോബർ 24 മുതൽ 27 വരെ. തുലാംപത്ത് സമരം എന്ന പേരിൽ അറിയപ്പെട്ടത് പുന്നപ്ര വയലാർ സമരം. തുലാംപത്ത് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരമാണ്. പുന്നപ്ര വയലാർ സമരത്തിന്റെ വേദിയായ ജില്ല ആലപ്പുഴ ജില്ല. എടുത്തു ചോദിച്ചിട്ടുണ്ട് PSC, അതുകൊണ്ട് പഠിക്കണം. പുന്നപ്ര വയലാർ സമരത്തിന്റെ വേദിയായ ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, പുന്നപ്ര വയലാർ സമരത്തെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണം പ്രഖ്യാപിച്ചതാരാണ്? സർ CP രാമസ്വാമി അയ്യരാണ്. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946 ഒക്ടോബർ 24 മുതൽ ഒക്ടോബർ 27 വരെ. തുലാംപത്ത് സമരം എന്ന പേരിൽ അറിയപ്പെടുന്നത് പുന്നപ്ര വയലാർ സമരം. പുന്നപ്ര വയലാർ സമരത്തിന്റെ വേദിയായ ജില്ല ആലപ്പുഴ ജില്ല. പഠിക്കുക. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കള്ളർകോട്, ആലപ്പുഴ. ഇതും ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ആണ്. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് എവിടെ ചോദിച്ചാല് അത് കള്ളർകോട്, ആലപ്പുഴ. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കരാണ്. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കരാണ്. പഠിച്ചോളനെ, വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് ആരാ? CK കുമാരപ്പണിക്കരാണ്. സർ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തി KCS മണി. സർ CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് KCS മണിയാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാണ്. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, പഠിച്ചോളുക. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് VS അച്യുതാനന്ദനാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പുന്നപ്ര വയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് കള്ളർകോട്, ആലപ്പുഴ ജില്ല. വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് CK കുമാരപ്പണിക്കരാണ്. CP രാമസ്വാമി അയ്യരെ വധിക്കാൻ ശ്രമിച്ച വ്യക്തിത്വം KCS മണിയാണ്. പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി ആരാ? VS അച്യുതാനന്ദനാണ്. പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ട കുറച്ച് പുസ്തകങ്ങളാണ്. ഇതിൽ 3-4 പുസ്തകങ്ങൾ PSC ഒരുപാട് തവണ റിപ്പീറ്റ് ആയി ചോദിച്ചതാണ്. അതുകൊണ്ട് അതും കൂടെ നമുക്ക് പഠിച്ചാൽ മാത്രമേ പുന്നപ്ര വയലാർ സമരം നമുക്ക് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം പുന്നപ്ര വയലാർ സമരവും പുസ്തകങ്ങളും. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് ഉഷ്ണരാശി എന്ന കൃതി രചിച്ചത് KV മോഹൻകുമാർ. ഇമ്പോർട്ടന്റ് ആണ്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കിക്കൊണ്ട് ഉഷ്ണരാശി എന്ന കൃതി രചിച്ചത് KV മോഹൻകുമാർ ആണ്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് P കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക എന്നത്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് P കേശവദേവ് രചിച്ച നോവൽ ഏതാണ്? ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കി തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് തലയോട്. ഏറ്റവും കൂടുതൽ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് തലയോട്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കിക്കൊണ്ട് വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രചിച്ചത് P ഭാസ്കരനാണ്. അതും ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രചിച്ചത് P ഭാസ്കരനാണ്. അപ്പൊ ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടന്റ് ആണ് സുഹൃത്തുക്കളെ. പുന്നപ്ര വയലാർ സമരവും പുസ്തകങ്ങളുമാണ് നമ്മൾ നോക്കിയത്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കിക്കൊണ്ട് ഉഷ്ണരാശി എന്ന കൃതി രചിച്ചത് KV മോഹൻകുമാർ. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് P കേശവദേവ് രചിച്ച നോവലാണ് ഉലക്ക. പുന്നപ്ര വയലാർ സമരത്തെ പശ്ചാത്തലമാക്കിക്കൊണ്ട് തകഴി ശിവശങ്കരപ്പിള്ള രചിച്ച നോവലാണ് തലയോട്. പുന്നപ്ര വയലാർ സമരം പശ്ചാത്തലമാക്കിക്കൊണ്ട് വയലാർ ഗർജിക്കുന്നു എന്ന കൃതി രചിച്ചത് P ഭാസ്കരനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യയും ആദ്യ വനിതകളുമാണ്.
ഈ ഒരു മേഖലയിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ ഇപ്പോൾ PSC ചോദിക്കാറുണ്ട്. അതുകൊണ്ട് നമുക്ക് പഠിക്കേണ്ടതുണ്ട് ഇന്ത്യയും ആദ്യ വനിതകളും. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആരാ? ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീലാണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ കേന്ദ്രമന്ത്രി രാജ്കുമാരി അമൃത് കൗർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രി ആരാ? രാജ്കുമാരി അമൃത് കൗർ ആണ്. സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ജസ്റ്റിസ് ഫാത്തിമ ബീബി. ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ള സുഹൃത്തുക്കളുണ്ട്, ഇവിടെ വെച്ചങ്ങ് പഠിച്ചു പോണേ. സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ജസ്റ്റിസ് ഫാത്തിമ ബീബി. UN-ന്റെ ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ വനിതയാണെന്ന് ചോദിച്ചാൽ അത് വിജയലക്ഷ്മി പണ്ഡിറ്റ്. പഠിച്ചോളണേ, UN ജനറൽ അസംബ്ലിയിലെ പ്രസിഡന്റ് ആകുന്ന ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഇന്ത്യയും ആദ്യ വനിതകളുമാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അത് പ്രതിഭ പാട്ടീലാണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ കേന്ദ്രമന്ത്രി ആരെന്ന് ചോദിച്ചാൽ രാജ്കുമാരി അമൃത് കൗർ ആണ്. സുപ്രീം കോടതി ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ജസ്റ്റിസ് ഫാത്തിമ ബീവിയാണ്. UN-ന്റെ ജനറൽ അസംബ്ലിയിൽ പ്രസിഡന്റ് ആകുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിത വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. പഠിക്കുക. മാക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസ. പഠിച്ചോളനെ, മാക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാ? അത് മദർ തെരേസയാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ദേവിക റാണി റോറിച്ച്. പഠിക്കണം, ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ വനിത ആരെന്ന് ചോദിച്ചാൽ അത് ദേവിക റാണി റോറിച്ച് ആണ്. ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ആണ് ഓമന കുഞ്ഞമ്മ. ആദ്യ വനിതാ മജിസ്ട്രേറ്റ് ആരാണ്? ഓമന കുഞ്ഞമ്മയാണ്. ആദ്യ വനിതാ മന്ത്രി ആരാ? വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ആദ്യ വനിതാ മന്ത്രി, കേന്ദ്രമന്ത്രി അല്ലേ? ആദ്യത്തെ വനിതാ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ഇനി ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ആര് വരുന്നത്? രാജ്കുമാരി അമൃത് കൗർ വരുന്നത്. വ്യത്യാസം മനസ്സിലായല്ലോ. ആദ്യത്തെ വനിതാ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ വിജയലക്ഷ്മി പണ്ഡിറ്റും ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രി ചോദിച്ചാൽ ആരാണത്? രാജ്കുമാരി അമൃത് കൗറുമാണ്. അത് രാജ്കുമാരി അമൃത് കൗറുമാണ്. പഠിക്കുക. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കറായ വനിത മീര കുമാർ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ ആകുന്ന വനിത ആരാ? അത് മീര കുമാർ ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, മാക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത മദർ തെരേസ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ വനിതയായിരുന്നു ചോദിച്ചാൽ അത് ദേവിക റാണി റോറിച്ച് ആണ്. ആദ്യ വനിതാ മജിസ്ട്രേറ്റ് എന്നറിയപ്പെടുന്നത് ഓമന കുഞ്ഞമ്മ. ആദ്യ വനിതാ മന്ത്രി വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ്. ആദ്യ വനിതാ ലോക്സഭാ സ്പീക്കർ ആരെന്ന് ചോദിച്ചാൽ അത് മീര കുമാർ ആണ്. ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഭാനു അത്തയ്യ. ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഭാനു അത്തയ്യയാണ്. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ച ചോദ്യം പഠിച്ചോളുക. ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? ഭാനു അത്തയ്യയാണ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അരുന്ധതി റോയ് ആണ്. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അത് അരുന്ധതി റോയ് ആണ്. ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധി. ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധിയാണ്. എന്നാൽ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിത ചോദിച്ചാൽ അത് അരുണ ആസിഫ് അലിയാണ് കേട്ടോ. മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം നേടിയ ആദ്യത്തെ വനിത ചോദിച്ചാൽ അത് അരുണ ആസിഫ് അലിയും. എന്നാൽ ഭാരതരത്നം നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയുമാണ്. പഠിക്കുക. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രി പാലാണ്. ഇപ്പോഴും PSC പ്രീവിയസ് ആയി ചോദിക്കുന്നുണ്ടേ, പഠിച്ചോളനെ. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ആരാണ്? അത് ബജേന്ദ്രി പാലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഭാനു അത്തയ്യ. ബുക്കർ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിത അരുന്ധതി റോയ്. ഭാരതരത്നം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധി. മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നേടിയ ആദ്യ ഇന്ത്യൻ വനിത ചോദിച്ചാൽ അത് അരുണ ആസിഫ് അലിയാണ്. എവറസ്റ്റ് കീഴടക്കിയ ആദ്യ ഇന്ത്യൻ വനിത ബജേന്ദ്രി പാലാണ്. പഠിക്കുക. ഒളിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. വീണ്ടും കൺഫ്യൂസിംഗ് ഫാക്ട് വന്നിരിക്കുന്നു. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത ആരാ? അത് കർണം മല്ലേശ്വരിയാണ്. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യത്തെ വനിത കമൽജിത്ത് സന്ധു. ഇതും PSC ചോദിക്കാറുണ്ട്. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യത്തെ വനിത ആരാണ്? കമൽജിത്ത് സന്ധു ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വനിത ലീല സേത്. പഠിച്ചോളനെ,
ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യത്തെ വനിതയായിരുന്നു ചോദിച്ചാൽ അത് ലീല സേത്താണ്. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിത ലഫ്റ്റനന്റ് ജനറൽ പുനിത അറോറ. ഇപ്പൊ അങ്ങോട്ട് ചോദിച്ചതേ ഉള്ളേ, ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിത ലഫ്റ്റനന്റ് ജനറൽ ആയിരുന്നു ചോദിച്ചാൽ അത് പുനിത അറോറയാണ്. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ ഇന്ത്യൻ വനിത ആയിരുന്നു ചോദിച്ചാൽ അത് മാതാ അമൃതാനന്ദമയിയാണ്. പണ്ട് കാലത്ത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യമായിരുന്നു, ഇപ്പോ കാണാറില്ല, എന്നാലും നമുക്ക് പഠിക്കേണ്ടതുണ്ട് LGS വേണ്ടിയിട്ട്. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യ വനിത ആയിരുന്നു ചോദിച്ചാൽ അത് മാതാ അമൃതാനന്ദമയിയാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത കർണം മല്ലേശ്വരി. ഏഷ്യാഡിൽ സ്വർണം നേടിയ ആദ്യ വനിത കമൽജിത്ത് സന്ധുവാണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആകുന്ന ആദ്യ വനിത ലീല സേത്. ഇന്ത്യൻ ആർമിയുടെ ആദ്യ വനിത ലഫ്റ്റനന്റ് ജനറൽ പുനിത അറോറയാണ്. UN ജനറൽ അസംബ്ലിയിൽ മലയാളത്തിൽ പ്രസംഗിച്ച ആദ്യത്തെ വനിത മാതാ അമൃതാനന്ദമയിയാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ്. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പോയിന്റ്സ് PSC ചോദിക്കാറുണ്ട്. അതിന് LGS എന്നോ ഡിഗ്രി ലെവൽ എക്സാം ഒന്നോ ഇല്ല. അതുകൊണ്ട് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കണം. പ്രത്യേകിച്ച് LGSന്റെ സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതൽ കൊടുത്ത് LGS സുഹൃത്തുക്കൾ പഠിക്കേണ്ടതുണ്ട്. ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. രാജാവിനല്ലേ സുഹൃത്തുക്കളെ വലിയ സ്ഥാനം കിട്ടുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ആർക്ക് കൊടുത്തു? രാജസ്ഥാന് കൊടുത്തു. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാ? രാജസ്ഥാനാണ്. രാജാവിനാണ് ഏറ്റവും വലിയ സ്ഥാനം എന്നങ്ങ് പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവയാണ്. ഗോ എന്ന് വെച്ചാൽ പോവുക, വാ എന്ന് വെച്ചാൽ എന്താണ് വരിക? പെട്ടെന്ന് പോയി പെട്ടെന്ന് വരാം കേട്ടോ. അത്രയ്ക്കുള്ള സമയമേ ഉള്ള കറങ്ങി കാണാൻ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം കേരളം. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. പഠിച്ചോളെ, സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ആരാണ്? ഹരിയാനയാണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെടുന്നത് കച്ച്. അത് എവിടെയാ? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് കച്ചാണ്. അത് ഏത് സംസ്ഥാനത്തിലാ? ഗുജറാത്ത് സംസ്ഥാനത്തിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമുക്ക് ഒന്നുകൂടി നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് രാജസ്ഥാനാണ്. കോഡ് എന്താ പറഞ്ഞത്? രാജാവിനാണ് ഏറ്റവും വലിയ സ്ഥാനം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഗോവയാണ്. ഗോ എന്ന് പറഞ്ഞാൽ പോവുക, വാ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക? പെട്ടെന്ന് പോയി കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അപ്പൊ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ്? ഗോവയാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം അത് കേരളമാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല എന്നറിയപ്പെടുന്നത് കച്ചാണ്. കച്ച് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഗുജറാത്ത് സംസ്ഥാനത്താണ്. പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല മാഹി. അത് പുതുച്ചേരിയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് മാഹിയാണ്. മാഹി എന്ന് പറയുന്നത് പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചു കഴിഞ്ഞാൽ അത് പുതുച്ചേരിയാണ്. കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ സംസ്ഥാനം ചോദിച്ചാൽ അത് കേരളവും, സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് പുതുച്ചേരിയുമാണ്. പഠിക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ഇപ്പോൾ ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപ് ആണ്. ഇത് രണ്ട് PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം ഏതാ? ലക്ഷദ്വീപ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ലഡാക്കാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ജില്ല എന്നറിയപ്പെടുന്നത് മാഹിയാണ്. മാഹി ഏത് സംസ്ഥാനത്തിനുള്ളിലാണ് സ്ഥിതി ചെയ്യുന്നത് അറിയുന്ന സുഹൃത്തുക്കളൊന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ മാഹി ഏത് കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്? പുതുച്ചേരി കേന്ദ്രഭരണ പ്രദേശത്തിന്റെ ഭാഗമാണ്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ കേന്ദ്രഭരണ പ്രദേശം പുതുച്ചേരിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ലഡാക്കാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം എന്നറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ്. പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ഉത്തർപ്രദേശ് ആണ്. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. പട്ടികജാതിക്കാർ നമ്മൾ പറഞ്ഞു എവിടെയാണ്? ഉത്തർപ്രദേശ് ആണെങ്കിൽ പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാ? അത് മധ്യപ്രദേശ് ആണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ കൊച്ചു കേരളമാണ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത്
സെർജിപ്പ് ആണ്. സെർജിപ്പ് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മിസോറാമിലാണ്. പഠിച്ചോളണേ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെർജിപ്പ് ആണ്. അത് എവിടെയാ? മിസോറാം സംസ്ഥാനത്തിന്റെ ഭാഗമാണ്. ഇന്ത്യയിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല എന്ന് ചോദിച്ചാൽ അത് അലിരാജ്പൂർ ആണ്. അത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. ഇന്ത്യയിലെ ഏറ്റവും സാക്ഷരതാ നിരക്ക് കുറഞ്ഞ ജില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അലിരാജ്പൂർ ആണ്. അലിരാജ്പൂർ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കുറവ് സാക്ഷരതയുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ജില്ല ചോദിച്ചാൽ അത് മിസോറാമിലെ സെർജിപ്പ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും സാക്ഷരത കുറഞ്ഞ ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ അത് മധ്യപ്രദേശിലെ അലിരാജ്പൂർ ആണ്. പഠിക്കുക. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് ആണ്. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം അത് അരുണാചൽ പ്രദേശ് ആണ്. ഇത്രയും പോയിന്റ്സ് പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് മധ്യപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കുറവ് വനമുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഹരിയാനയാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അരുണാചൽ പ്രദേശ് ആണ്. ഈ 4 പോയിന്റ് PSC ഒരുപാട് തവണ പ്രീവിയസ് ആയി ചോദിച്ചതാണ്. പഠിക്കുക. ഇനി നമുക്ക് അതിനോടൊപ്പം പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അത് ജമ്മു കാശ്മീർ ആണ് കേട്ടോ. ഇപ്പോ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം ചോദിച്ചാൽ അപ്പോ ഞാരാ? അത് ജമ്മു കാശ്മീർ ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. ഏറ്റവും കുറവ് വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം ഹരിയാനയാണ്. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ്. അതായത് മിസോറാം ചെറിയ സംസ്ഥാനമാണ്, പക്ഷെ ഒരുപാട് വനമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ഇന്ത്യൻ സംസ്ഥാനം മിസോറാം ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള രണ്ടാമത്തെ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് അത് അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വനമുള്ള കേന്ദ്രഭരണ പ്രദേശം എന്ന് ചോദിച്ചാൽ അത് ജമ്മു കാശ്മീർ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം എന്നറിയപ്പെടുന്നത് ലഡാക്ക് ആണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം എന്നറിയപ്പെടുന്നത് ചാന്ദിനി ചൗക്ക് ഡൽഹിയാണ് കേട്ടോ. പഠിച്ചോളണേ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം എന്നറിയപ്പെടുന്നത് ചാന്ദിനി ചൗക്ക് ഡൽഹിയാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ന്യൂഡൽഹിയാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകള്. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ഏതാ? അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ചോദിക്കുന്നെങ്കിൽ അത് ബീഹാർ ആണ്. 2ാം സ്ഥാനം പശ്ചിമ ബംഗാള്, 3ാം സ്ഥാനം കേരളം. ഇത് പഠിച്ചു വെച്ചോളണേ, ഉറപ്പായിട്ടും ചോദിക്കുവേ. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ ബീഹാർ, 2ാം സ്ഥാനം പശ്ചിമ ബംഗാള്, 3ാം സ്ഥാനം ആരാ? നമ്മുടെ കൊച്ചു കേരളമാണ്. വീണ്ടും പറയുന്നു, എടുത്ത് പഠിക്കുക. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ, 2ാം സ്ഥാനം പശ്ചിമ ബംഗാള്, 3ാം സ്ഥാനം കേരളം. ഇത് ജനസാന്ദ്രതയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ കൃത്യമായ രീതിയിൽ അറേഞ്ച് ചെയ്യാൻ ഉറപ്പായിട്ടും PSC ചോദിക്കും. അതുകൊണ്ട് ഇത് പഠിച്ചങ്ങ് വെക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലോക്സഭാ മണ്ഡലം ലഡാക്ക്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ലോക്സഭാ മണ്ഡലം ചാന്ദിനി ചൗക്ക് ഡൽഹിയിലാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള കേന്ദ്രഭരണ പ്രദേശം ഡൽഹിയാണ്. ജനസാന്ദ്രത ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം ബീഹാർ ആണ്. 2ാം സ്ഥാനം ആരാ? പശ്ചിമ ബംഗാൾ. 3ാം സ്ഥാനം ആരാ? നമ്മുടെ കൊച്ചു കേരളമാണ്. പഠിക്കുക. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. പഠിച്ചോളണേ. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭൂപൻ ഹസാരിക പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഏതാ? ഭൂപൻ ഹസാരിക പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽ പാലമാണെങ്കിൽ അത് ബാന്ദ്ര വർലി കടൽപ്പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബാന്ദ്ര വർലി കടൽപ്പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ
വേമ്പനാട് റെയിൽ ബ്രിഡ്ജ് ആണ്. അതുകൂടെ പഠിച്ചോളണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ് ഏതാണ്? അത് വേമ്പനാട് റെയിൽ ബ്രിഡ്ജ് ആണ്. പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. ജനസാന്ദ്രത ഏറ്റവും കുറവുള്ള ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തൊഴിൽ ദാതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ റെയിൽവേ ആണ്. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ പാലം ഭുവൻ ഹസാരിക പാലം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം എന്നറിയപ്പെടുന്നത് ബാന്ദ്ര വർലി കടൽപ്പാലമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ബ്രിഡ്ജ് എന്നറിയപ്പെടുന്നത് വേമ്പനാട് റെയിൽ ബ്രിഡ്ജ് ആണ്. പഠിക്കുക. ഇനി നമുക്ക് നോക്കുവാനുള്ളത് ഇന്ത്യയും അതിർത്തി രേഖകളുമാണ്. ഏതാണ്? ഇന്ത്യയും അതിർത്തി രേഖകളുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉള്ളതും എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ തെറ്റിക്കുന്നതുമായിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട, നമുക്കൊരു ഈസി ഐഡിയകളിലൂടെ ഏതങ്ങ് പഠിച്ചു വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ ഇങ്ങനെയുള്ള മെമ്മറി ട്രിക്ക് ഉപയോഗിച്ച് വളരെ ഈസി ആയിട്ട് ഉത്തരത്തിലേക്ക് എത്താം. അപ്പോൾ നമുക്ക് നോക്കാം ഇന്ത്യയും അതിർത്തി രേഖകളും. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് റാഡ്ക്ലിഫ് രേഖ. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? അതാണ് റാഡ്ക്ലിഫ് രേഖ. ഇതെങ്ങനെ പഠിച്ചു വെക്കാന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, ഈ റാഡ്ക്ലിഫിനകത്ത് ഒരു ക്ലിപ്പ് ഇരിക്കുന്നുണ്ടോ? ക്ലിഫ് അല്ല കേട്ടോ, ക്ലിപ്പ്. ഈ ക്ലിപ്പ് ഇരിക്കുന്നുണ്ടോ? അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിച്ചു വെച്ചിരിക്കുന്നത് ക്ലിപ്പ് ഉപയോഗിച്ചാണ് നിങ്ങൾ പഠിക്കുക. ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് എന്താണ്? ക്ലിപ്പ് ഉപയോഗിച്ചാണ് നിങ്ങൾ പഠിക്കുക. അപ്പൊ ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന അതിർത്തി രേഖ ഇനി മറക്കില്ലല്ലോ, റാഡ്ക്ലിഫ് രേഖയാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വേർതിരിച്ചിരിക്കുന്നത് ക്ലിപ്പ് ഉപയോഗിച്ചാണ് നിങ്ങൾ പഠിക്കുക. ഇന്ത്യയെയും ചൈനയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ഇന്ത്യയെയും ചൈനയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന അതിർത്തി രേഖയാണ് മക്മോഹൻ രേഖ. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിച്ച് രേഖ വരച്ചത് മോഹനാണ് നിങ്ങൾ പഠിക്കുക കേട്ടോ. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിച്ചുള്ള രേഖ വരച്ചത് ആരാ? അത് മോഹനാണ് നിങ്ങൾ പഠിക്കുക. അപ്പോ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേരാണ് മക്മോഹൻ രേഖ. മക്മോഹൻ രേഖ പഠിക്കുക. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാ? അതാണ് ഡ്യൂറന്റ് രേഖ. അതിനകത്തൊരു റെന്റ് കിടക്കുന്നുണ്ടോ സുഹൃത്തുക്കളെ? അത് വെച്ച് നമുക്കൊരു ഈസി മെമ്മറി ട്രിക്ക് അങ്ങ് പഠിക്കാം. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന രേഖ റെന്റിനെടുത്തതാണെന്ന് അങ്ങ് പഠിക്കുക. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ എങ്ങനെയായിരുന്നു? റെന്റിനെടുത്തതാണെന്ന് അങ്ങ് പഠിക്കുക. അപ്പോ പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ റെന്റിനെടുത്തത് കൊണ്ട് ഡ്യൂറന്റ് രേഖ. പേരെന്താണ്? ഡ്യൂറന്റ് രേഖ. പഠിക്കുക. ഇന്ത്യയെയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ അല്ലെങ്കിൽ കടലിടുക്കാണ് പാക് കടലിടുക്ക്. ഒന്നുമില്ല പഠിക്കാം, വളരെ ഈസിയാണ്. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടലിടുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പഠിക്കുക ഒരു IPS കാരനാണ് ഇതങ്ങ് ചെയ്തത് നിങ്ങൾ പഠിക്കണം കേട്ടോ. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് കണ്ടുപിടിച്ചതാരാണ്? ഒരു IPS കാരനാണെന്ന് പഠിക്കുക. അതിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയെ സൂചിപ്പിക്കുന്നു, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്കയെ സൂചിപ്പിക്കുന്നു. അതിനിടയ്ക്ക് കിടക്കുന്ന P ആരാ? അതാണ് പാക് കടലിടുക്ക്. മനസ്സിലായോ? ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് അറിയപ്പെടുന്ന പേര് പാക് കടലിടുക്ക്. ഇത് കൺഫ്യൂഷൻ ഉള്ള സുഹൃത്തുക്കള്, ഈ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ ഒരു IPS കാരനാണ് നിങ്ങൾ പഠിക്കുക. ഇതിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീലങ്ക, ഇടക്കിടക്കുന്ന P ആരാ? പാക് കടലിടുക്ക്. അപ്പൊ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലിടുക്ക് ഏതാ? പാക് കടലിടുക്കാണ്. പഠിക്കുക. ഇന്ത്യയെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനൽ. ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉള്ള പോയിന്റ് ആണ്. ഇന്ത്യയെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ഏതാണ്? 8 ഡിഗ്രി ചാനലാണ്. ഇത് പഠിക്കാൻ ഒരു ഈസി ഐഡിയ പറഞ്ഞു തരാം സുഹൃത്തുക്കളെ. നമ്മൾ മാലിദ്വീപിനെ അങ്ങ് മാല എന്ന് വിചാരിക്കുക. മാലിദ്വീപിനെ നമ്മൾ മാല എന്ന് വിചാരിക്കുക. മാലയിൽ എന്താ സുഹൃത്തുക്കളെ? നമ്മുടെ മുത്തിങ്ങനെ ചേർത്ത് കോർത്തിട്ടിരിക്കും അല്ലെ? അപ്പൊ 2 മുത്തുകൾ ചേർന്നിരിക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നും? ഒരു 8 തോന്നൂലെ സുഹൃത്തുക്കളെ? മാലയിലെ 2 മുത്തുകൾ മാത്രം നമ്മൾ ഒട്ടിച്ചു നിർത്തി കഴിഞ്ഞാൽ നമുക്ക് 8 തോന്നത്തില്ലേ? അപ്പോ ഓർത്തു വെച്ചിരിക്കുക, ഇന്ത്യയെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 8 ഡിഗ്രി ചാനലാണ്. അപ്പൊ തന്നെ മനസ്സിൽ വരണം, മാലിദ്വീപിനെ നമ്മൾ എന്താക്കി മാറ്റി? മാലയാക്കി മാറ്റി. മാലയിലെ 2 മുത്തുകളെ ഒന്നിച്ചു ചേർത്താൽ എന്ത് കിട്ടും? നമുക്ക് 8 എന്ന് പറയുന്ന നമ്പർ കിട്ടും. അപ്പോ മാലിദ്വീപിനെയും ഇന്ത്യയും തമ്മിൽ വേർതിരിക്കുന്ന ചാനൽ ഏതാ? 8 ഡിഗ്രി ചാനലാണ്. പഠിക്കുക. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്നത് തീൻ ബഗ കോറിഡോർ ആണ്. ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്നത്
തീൻ ബഗ കോറിഡോർ ആണ്. അത് മാത്രമേ നിങ്ങൾക്ക് പഠിക്കേണ്ടതുള്ളൂ. ബാക്കി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ ഉത്തരം ലഭിക്കും. അപ്പോൾ ഇന്ത്യയെയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏതാ? തീൻ ബഗ കോറിഡോർ ആണ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയെയും പാകിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ അറിയപ്പെടുന്ന പേര് റാഡ്ക്ലിഫ് രേഖ. ഇത് പഠിക്കേണ്ട മെമ്മറി കോഡ് എന്താണ്? ഇന്ത്യയും പാകിസ്ഥാനെയും തമ്മിൽ ക്ലിപ്പ് ഇട്ട് വേർതിരിച്ചിരിക്കുന്നു എന്ന് പഠിക്കുക. ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ മക്മോഹൻ രേഖയാണ്. ഇത് പഠിക്കേണ്ട ഐഡിയ എന്താ സുഹൃത്തുക്കളെ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയും ചൈനയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖ വരച്ചതാര? ഒരു മോഹനനാണ് നിങ്ങൾ പഠിക്കുക. പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ഡ്യൂറന്റ് രേഖ. ഇത് പഠിക്കേണ്ട കോഡ് എന്താ? പാകിസ്ഥാനെയും അഫ്ഗാനിസ്ഥാനെയും തമ്മിൽ വേർതിരിച്ചിരിക്കുന്ന അതിർത്തി രേഖ റെന്റിന്റെ അടുത്തതാണ് നിങ്ങൾ പഠിക്കുക, ഡ്യൂറന്റ് രേഖ. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിൽ വേർതിരിക്കുന്ന കടലെടുക്ക് പാക് കടലെടുക്ക്. ഇത് പഠിക്കേണ്ട കോഡ് എന്താണ്? IPS കാരനാണ് ഇത് കണ്ടെത്തിയെന്ന് നിങ്ങൾ പഠിക്കുക. I എന്ന് വെച്ചാൽ ഇന്ത്യ, S എന്ന് വെച്ചാൽ ശ്രീലങ്ക, ഇടയ്ക്കിടക്കുന്ന P എന്താണ്? അത് പാക് കടലെടുക്കാണ്. ഇനി ഇന്ത്യയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചാനലാണ് 8 ഡിഗ്രി ചാനല്. ഇത് പഠിക്കേണ്ട എങ്ങനെയാണ്? മാലിദ്വീപിനെ നമ്മൾ മാലയായിട്ട് കരുതുക. മാലയിൽ നമ്മൾ മുത്തുകോർക്കും. 2 മുത്തുകൾ ചേർത്ത് വെച്ചാൽ നമുക്ക് 8 എന്ന് പറയുന്ന നമ്പർ ലഭിക്കും. വേറെ ഒരു നമ്പരും അങ്ങനെ മാലയിൽ മുത്തുകൾ ചേർത്താൽ കിട്ടൂല കേട്ടോ. അപ്പോ മാലയിൽ 2 മുത്തുകൾ ചേർത്ത് കഴിഞ്ഞാൽ 8 ഡിഗ്രി എന്ന് പറയുന്ന ചാനൽ നമുക്ക് ലഭിക്കും. അതും പഠിച്ചു വെക്കുക. ഇന്ത്യയും ബംഗ്ലാദേശിനെയും തമ്മിൽ വേർതിരിക്കുന്നത് തീൻ ബഗ കോറിഡോർ പഠിക്കുക. ഇനി നമുക്ക് പഠിക്കുവാനുള്ളതാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. എന്താണ് കമ്മ്യൂണിറ്റി റിസർവുകൾ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിറ്റി റിസർവുകൾ, നാഷണൽ പാർക്കുകൾ, അതുമായി ബന്ധപ്പെട്ട കുറച്ച് പോയിന്റ്സ് നമുക്ക് പഠിക്കാം. വന്യജീവി സംരക്ഷണ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. വന്യജീവി സംരക്ഷണ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങൾ അറിയപ്പെടുന്ന പേരാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ. ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം 214. പഠിച്ചോളണേ, ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം എത്രയാണ്? 214 ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡ്, 144 എണ്ണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആണ്. എത്ര എണ്ണമാ? 144 എണ്ണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള രണ്ടാമത്തെ സംസ്ഥാനം മേഘാലയാണ്, 71 എണ്ണം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള രണ്ടാമത്തെ സംസ്ഥാനം ഏതാ? അത് മേഘാലയാണ്. എത്ര എണ്ണമാ? 71 എണ്ണം. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. കമ്മ്യൂണിറ്റി റിസർവുകളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. വന്യജീവി സംരക്ഷണ നിയമത്തിൽ പരാമർശിച്ചിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള സംരക്ഷിത പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ കമ്മ്യൂണിറ്റി റിസർവുകളുടെ എണ്ണം ചോദിച്ചാൽ 214 ആണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള സംസ്ഥാനം നാഗാലാൻഡ് ആണ്. എത്ര എണ്ണമാ സുഹൃത്തുക്കളെ? 144 എണ്ണമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂണിറ്റി റിസർവുകളുള്ള രണ്ടാമത്തെ സംസ്ഥാനം മേഘാലയ. എത്ര എണ്ണമാ? 71 എണ്ണമുണ്ട്. പഠിക്കുക. ഇനി ഒത്തിരി സുഹൃത്തുക്കളെ കൺഫ്യൂഷൻ ഉള്ള ഒരു മേഖലയാണ് നമ്മൾ പറയാൻ പോകുന്നത്. എത്ര പഠിച്ചാലും മനസ്സിൽ നിൽക്കത്തില്ല. അവിടെ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവും എക്സാം ഹാളില്. അപ്പൊ നമുക്ക് അവന്മാരെ ഒന്നങ്ങ് പഠിച്ചു കളയാം. ആദ്യമായിട്ട് പഠിക്കുവാനുള്ളതാണ് ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ തമിഴ്നാടാണ്. തമിഴ്നാട്ടിലെ പൊള്ളാച്ചിയിലാണ്. ഇതെങ്ങനെ പഠിക്കാന്ന് ചോദിച്ചാൽ സുഹൃത്തുക്കളെ, നമ്മൾ തമിഴ്നാടിനെ ഷോർട്ട് ഫോമിൽ TN എന്ന് എഴുതും അല്ലേ? TN എന്ന് എഴുതിയേക്കും അല്ലേ തമിഴ്നാട് നമ്മൾ ഷോർട്ട് ഫോമില്? ആ TN-ഓടൊപ്പം ഒരു ഐയും കൂടെ അങ്ങ് ചേർത്താൽ മതി കേട്ടോ. TN-ഓടൊപ്പം ഒരു ഐയും കൂടെ അങ്ങ് ചേർക്കുക. എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ അങ്ങ് വായിച്ചാൽ മതി. അതായത് I എന്ന് വെച്ചാൽ ഇന്ദിരാഗാന്ധി, N എന്ന് വെച്ചാൽ നാഷണൽ പാർക്ക്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കിട്ടിയേ? ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാട്. തമിഴ്നാട്ടിൽ പൊള്ളാച്ചിയാണ്. പ്രദേശം ചോദിച്ചിട്ടില്ല, സംസ്ഥാനം മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് സംസ്ഥാനമാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. ഇത് പഠിക്കേണ്ട ഐഡിയ എങ്ങനെയാണ്? തമിഴ്നാടിന് നമ്മൾ ഷോർട്ട് ഫോമിൽ TN എന്ന് എഴുതും. അതിനോടൊപ്പം ഒരു ഐയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റിവേഴ്സ് ഓർഡറിൽ വായിക്കുക. I എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി, N എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്ക്. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? T ആണ്. അതുകൊണ്ട് തമിഴ്നാട് പഠിക്കുക. ഇനി ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ് കേട്ടോ. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചാൽ അത് ആന്ധ്രാപ്രദേശാണ്. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണത്തിലാണ്. ഇത് പഠിക്കാനുള്ള കോഡ് എന്ന് ചോദിച്ചാൽ ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്കിൽ പോകണമെങ്കിൽ ASI ആണോ എന്ന് പഠിച്ചാൽ മതി കേട്ടോ. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് നമുക്ക് കാണണമെങ്കിൽ നമ്മൾ ASI ആയിരിക്കണമെന്ന് പഠിക്കുക. എന്നിട്ട് നേരത്തെ പറഞ്ഞതുപോലെ റിവേഴ്സ് ഓർഡറിൽ അങ്ങ് പറഞ്ഞാൽ മതി. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം A ആണ്. അതുകൊണ്ട് ആന്ധ്രാപ്രദേശ് ആണ് കേട്ടോ. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആന്ധ്രാപ്രദേശ് ആണ്. പഠിക്കാനുള്ള കോഡ് എന്താ സുഹൃത്തുക്കളെ? ASI എന്നങ്ങ് പഠിക്കുക. എന്നിട്ട് റിവേഴ്സ് ഓർഡറിൽ അങ്ങ് വായിച്ചു പോവുക. I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവോളജിക്കൽ പാർക്ക്, A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്? ആന്ധ്രാപ്രദേശ് സംസ്ഥാനമാണ്. പഠിക്കുക.
ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന മറ്റൊന്നാണ് രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? അത് കർണാടകമാണ്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം അത് കർണാടകമാണ്. ഒന്നുമില്ല പഠിക്കാൻ, ഒരു ഈസി കോഡിൽ അങ്ങ് പഠിക്കുക. രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിന് റാങ്ക് ഉണ്ടെന്ന് അങ്ങ് പഠിക്കുക. രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിന് എന്ത് കിട്ടി? റാങ്ക് കിട്ടി എന്നങ്ങ് പഠിക്കുക. കോഡ് ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, രാജീവ് ഗാന്ധി നാഷണൽ പാർക്കിന് റാങ്ക് കിട്ടി എന്നങ്ങ് പഠിക്കുക. ഇതിൽ റാങ്കില് RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രാജീവ് ഗാന്ധിയെ സൂചിപ്പിക്കുന്നു. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഷണൽ പാർക്ക്, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകം. ഓക്കെ ആയേ? റാങ്കിന്റെ 6 എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയുടെ ആദ്യത്തെ ലെറ്റർ, അതുപോലെ തന്നെ N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാഷണൽ പാർക്ക്. അപ്പോൾ രാജീവ് ഗാന്ധി നാഷണൽ പാർക്കായി. ഇനി ആ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാ? K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകം. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകമാണ്. പഠിച്ചോളുക. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം എവിടെയാണ്? കർണാടകമാണ്. ഇനി രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്കാണ് ചോദിക്കുന്നതെങ്കിൽ അത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ് കേട്ടോ. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അത് മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഇത് പഠിക്കാനുള്ള ഒരു ഈസി കോഡ് സുഹൃത്തുക്കൾ ഓർക്കുക. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് കാണാൻ നല്ല രസമാണ് എന്നങ്ങ് പഠിക്കുക കേട്ടോ. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് കാണാൻ നല്ല രസമാണ് എന്നങ്ങ് പഠിക്കുക. നമ്മുടെ കോഡിലെ രസത്തിലെ RA എന്ന് വെച്ചാൽ രാജീവ് ഗാന്ധിയെ സൂചിപ്പിക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവോളജിക്കൽ പാർക്ക്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയിലാണ്. അത് പഠിക്കാനുള്ള കോഡ് എന്താണ്? രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് കാണാൻ നല്ല രസമാണെന്ന് പഠിക്കുക. അതിൽ RA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജീവ് ഗാന്ധി, S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുവോളജിക്കൽ പാർക്ക്, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര സംസ്ഥാനം സൂചിപ്പിക്കുന്നു. പഠിക്കുക. ഇനി നമുക്കുള്ളതാണ് മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്കിന്റെ ആസ്ഥാനം ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ. ഇത് മാത്രമേ നമ്മൾ എടുത്ത് പഠിക്കേണ്ട കാര്യമുള്ളൂ. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്കിന്റെ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളാണ്. അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്. പഠിക്കുക. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയാണ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് PSC ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് വന്യജീവി സങ്കേതങ്ങളാണ്. ഏകദേശം ഒരു 20-25ഓളം വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഇവയെല്ലാം നമ്മൾ ഏത് സംസ്ഥാനത്തിലാണെന്ന് വ്യക്തമായിട്ട് പഠിച്ചിരിക്കണം. PSCയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളതാണ് നമ്മൾ എടുത്തു പഠിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിലൊരു ചോദ്യം ഉറപ്പായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ നമുക്ക് നോക്കാം. പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങൾ അല്ലെങ്കിൽ നാഷണൽ പാർക്കുകൾ എല്ലാം കൂടെ മിക്സ് ആയിട്ട് വന്നിരിക്കുകയാണ്. നമുക്ക് പഠിക്കാം. പെരിയാർ വന്യജീവി സങ്കേതം, പറമ്പിക്കുളം വന്യജീവി സങ്കേതം എവിടെയാണ്? കേരളം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. പെരിയാർ വന്യജീവി സങ്കേതവും പറമ്പിക്കുളം വന്യജീവി സങ്കേതവും എവിടെയാ? കേരളത്തിലാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതം, നാഗർകോള വന്യജീവി സങ്കേതം, കർണാടക. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതവും നാഗർകോള വന്യജീവി സങ്കേതവും എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? കർണാടകത്തിലാണ്. ഇത് പഠിക്കാനായിട്ട് ഒരു ഈസി കോഡ് പറഞ്ഞുതരാം സുഹൃത്തുക്കളെ. ഒന്നുമില്ല, കർണന്റെ നാഗത്തെ ബന്ദിയാക്കി എന്നങ്ങ് പഠിക്കുക. കർണന്റെ നാഗത്തെ ബന്ദിയാക്കി എന്നങ്ങ് പഠിക്കുക. കർണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടക, നാഗത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർഹോള, അതുപോലെ ബന്ദിയാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബന്ദിപ്പൂർ ആണ്. നാഷണൽ പാർക്കാണ്. പഠിച്ചോളനെ. അപ്പൊ ബന്ദിപ്പൂർ നാഷണൽ പാർക്കും നാഗർഹോള നാഷണൽ പാർക്കും സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കർണാടക സംസ്ഥാനത്താണ്. നമ്മുടെ കോഡ് എന്താ? കർണന്റെ നാഗത്തെ ബന്ദിയാക്കി എന്നങ്ങ് പഠിക്കുക. മുതുമലൈ വന്യജീവി സങ്കേതം, തമിഴ്നാട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. മുതുമലൈ വന്യജീവി സങ്കേതം എവിടെയാണ്? അത് തമിഴ്നാടാണ്. കൻഹ, പെഞ്ച്, പന്ന എന്നിവ എവിടെയാണ്? മധ്യപ്രദേശാണ് കേട്ടോ. കൻഹ, പെഞ്ച്, പന്ന വന്യജീവി സങ്കേതങ്ങൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മധ്യപ്രദേശാണ്. ഇത് പഠിക്കേണ്ട ഈസി കോഡ് എന്ന് ചോദിച്ചാൽ കണ്ട പന്നപ്പെൻ മദ്യത്തിൽ വീണു എന്നങ്ങ് പഠിക്കുക. കണ്ട പന്നപ്പെൻ മദ്യത്തിൽ വീണു എന്നങ്ങ് പഠിക്കുക. കണ്ട പന്നപ്പെൻ മദ്യത്തിൽ വീണു എന്നങ്ങ് പഠിക്കുക. അപ്പോ കണ്ട എന്ന് ചോദിച്ചാൽ കൻഹയാണ്. പന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പന്ന വന്യജീവി സങ്കേതമാണ്. പെൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെഞ്ച് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് മധ്യപ്രദേശാണ്. പിന്നെ ഇതിനോടൊപ്പം സുഹൃത്തുക്കൾ ഓർത്തു വെക്കുക, ഈ പറയുന്നവയെല്ലാം ടൈഗർ റിസർവുകളാണ് കേട്ടോ. അതായത് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളോടാണ് കേട്ടോ. അതുകൊണ്ട് അതിന് നിങ്ങൾ സെക്കൻഡറി ആയിട്ട് ഒന്നുകൂടെ എടുത്ത് പഠിക്കേണ്ട കാര്യമില്ല. ഇത് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി എന്തും കിട്ടും? കടുവ സങ്കേതം കൂടി കിട്ടും. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോളേ മനസ്സിലെ. അപ്പോ കൻഹ വന്യജീവി സങ്കേതമാവട്ടെ, പെഞ്ച് വന്യജീവി സങ്കേതമാവട്ടെ, പന്ന വന്യജീവി സങ്കേതമാവട്ടെ സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? അത് മധ്യപ്രദേശ് സംസ്ഥാനത്തിലാണ്. അതിനുള്ള കോഡ് എന്താ? കണ്ട പന്നപ്പെൻ മദ്യത്തിൽ വീണു എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പെരിയാർ വന്യജീവി സങ്കേതവും പറമ്പിക്കുളം വന്യജീവി സങ്കേതവും നമ്മുടെ കേരളത്തിലാണ്. ബന്ദിപ്പൂർ വന്യജീവി സങ്കേതവും നാഗർഹോള വന്യജീവി സങ്കേതവും കർണാടക സംസ്ഥാനത്താണ്. കോടെന്താ? കർണന്റെ നാഗത്തെ ബന്ദിയാക്കി എന്നങ്ങ് പഠിക്കുക. അതുപോലെ മുതുമലൈ വന്യജീവി സങ്കേതം തമിഴ്നാടാണ്. കൻഹ വന്യജീവി സങ്കേതം, പെഞ്ച് വന്യജീവി സങ്കേതം, അതുപോലെ പന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ് സംസ്ഥാനത്താണ്. അതിന്റെ കോടെന്താ?
കണ്ട പന്നപ്പൻ മദ്യത്തിൽ വീണു എന്നങ്ങ് പഠിക്കുക. കണ്ട പന്നപ്പൻ മദ്യത്തിൽ വീണു എന്നങ്ങ് പഠിക്കുക. ഓൾറെഡി പന്ന നമ്മൾ മധ്യപ്രദേശിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിന് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് അടുത്തത് നോക്കാം. സരിസ്ക രാജസ്ഥാൻ. സരിസ്ക എവിടെയാണ്? രാജസ്ഥാനാണ്. സരിസ്ക എവിടെയാണ്? രാജസ്ഥാനാണ്. രാജാവ് എന്ത് പറഞ്ഞാലും നമ്മൾ ശരി എന്ന് പറയും കേട്ടോ. രാജാവ് എന്ത് പറഞ്ഞാലും നമ്മൾ സരി എന്നങ്ങ് പറഞ്ഞോളുക. അപ്പോ സരിസ്ക വന്യജീവി സങ്കേതം എവിടെയാണ്? രാജസ്ഥാനാണ്. ദുധുവ വന്യജീവി സങ്കേതം ഉത്തർപ്രദേശ്. ദുധുവ വന്യജീവി സങ്കേതം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തർപ്രദേശിലാണ്. അതുപോലെ തന്നെ ജിം കോർബറ്റ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. അത് പഠിക്കേണ്ട കോഡ് വേറൊന്നുമില്ല. ഉത്തരത്തിൽ തൂങ്ങിയ ജിം ആവാം എന്നങ്ങ് പഠിക്കുക. ഉത്തരത്തിൽ തൂങ്ങിയാല് ജിം ആവാം എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ജിം കോർബറ്റ് വന്യജീവി സങ്കേതം എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനാസ് ആസാമിലാണ് സ്ഥിതി ചെയ്യുന്നത്. മനാസ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. മനാസ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. നന്ദഫ പക്വി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശ്. നന്ദഫ പക്വി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. ഇത് പഠിക്കേണ്ട ഒരു ചെറിയ കോഡ് പറഞ്ഞുതരാം. അരുണന് നന്ദനോട് പകയാണ് എന്നങ്ങ് പഠിക്കുക. അരുണന് നന്ദനോട് പകയാണ് എന്നങ്ങ് പഠിക്കുക. അരുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, നന്ദനോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഫ, അതുപോലെ പകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പക്വി. പകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വി വന്യജീവി സങ്കേതമാണ്. ഇത് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ് സംസ്ഥാനത്തിലാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. പന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന മധ്യപ്രദേശ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സരിസ്ക വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജാവ് എന്ത് പറഞ്ഞാലും നമ്മൾ ശരിയെന്നങ്ങ് പറയും അല്ലേ? അതുകൊണ്ട് സരിസ്ക വന്യജീവി സങ്കേതം എവിടെയാണ്? അത് രാജസ്ഥാനിലാണ്. ദുധുവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ദുധുവ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലാണ്. ജിം കോർബറ്റ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ജിം കോർബറ്റ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. ഉത്തരത്തിൽ തൂങ്ങിയ ജിം ആവാം എന്നങ്ങ് പഠിക്കുക. ഉത്തരത്തിൽ തൂങ്ങിയ ജിം ആവാം എന്നങ്ങ് പഠിക്കുക. മനാസ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. മനാസ് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആസാമിലാണ്. നന്ദഫ പക്വി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. നന്ദഫ പക്വി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. നമ്മുടെ കോഡ് എന്താ? അരുണന് നന്ദനോട് പക എന്നങ്ങ് പഠിക്കുക. അരുണന് നന്ദനോട് പകയാണ് എന്നങ്ങ് പഠിക്കുക. അരുണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരുണാചൽ പ്രദേശ്, നന്ദനോടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദഫ വന്യജീവി സങ്കേതം, പക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്വി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അരുണാചൽ പ്രദേശിലാണ്. പഠിക്കുക. സിംലിപ്പാൽ സ്ഥിതി ചെയ്യുന്നത് ഒഡീഷയിലാണ്. സിംലിപ്പാൽ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ്. പാല് കുടിച്ചാൽ ഒരുപാട് ഓടാന്ന് പഠിച്ചിരുന്നാൽ മതി കേട്ടോ സുഹൃത്തുക്കളെ. പാല് കുടിച്ചാല് ഒരുപാട് ഓടാന്നങ്ങ് പഠിച്ചു വെച്ചിരുന്നാൽ മതി. അപ്പോ സിംലിപ്പാൽ എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ഒഡീഷയിലാണ്. സിംലിപ്പാൽ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഒഡീഷയാണ്. വാൽമീകി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. വാൽമീകി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ബീഹാറിലാണ്. കാസിരംഗ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. കാസിരംഗ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ്. സുന്ദർബൻ നമുക്ക് എല്ലാവർക്കും അറിയാം പശ്ചിമ ബംഗാളിലാണ്. സുന്ദർബൻ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അല്ലെങ്കിൽ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ്. അപ്പോ സിംലിപ്പാൽ വന്യജീവി സങ്കേതം ഒഡീഷ. പാല് കുടിച്ചാൽ ഒരുപാട് ഓടാം. അപ്പൊ സിംലിപ്പാൽ വന്യജീവി സങ്കേതം ഒഡീഷ, വാൽമീകി വന്യജീവി സങ്കേതം ബീഹാർ, കാസിരംഗ വന്യജീവി സങ്കേതം ആസാമാണ്. സുന്ദർബൻ വന്യജീവി സങ്കേതം അല്ലെങ്കിൽ സുന്ദർബൻ ഡെൽറ്റ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ്. പഠിക്കുക. അപ്പോൾ ഇത്രയുമായിരുന്നു നമ്മുടെ LGS മാരത്തോൺ 100 ഡേയ്സ് ചലഞ്ചിന്റെ ഡേ 34 പഠിച്ചത്. ഒത്തിരി പ്രധാനപ്പെട്ട പോയിന്റ്സ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ട് ഒറ്റ ക്ലാസ്സിൽ തന്നെ. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഒരു തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടു പഠിക്കാൻ ശ്രമിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ ഉണ്ട് സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.